ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കക്കുരു ദോശ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ വേറെയും ദോശ റെസിപ്പീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്തതാണ്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചക്കക്കുരുവാണ്. 10-15 ചക്കക്കുരുവൊക്കെ എടുക്കാം. ചക്കക്കുരു ഒന്ന് ചതച്ചെടുക്കണം. വേവിക്കുകയൊന്നും വേണ്ട, വേവിക്കാതെ തന്നെ ചതച്ചെടുക്കാം. ഇനി ഇഞ്ചി പച്ചമുളകൊക്കെ ആവശ്യമുണ്ട്. 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. തേങ്ങ ചിരവിയത് വേണം. 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കഷ്ണങ്ങളാക്കിയതാണ്. 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചക്കക്കുരു ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ 2 തവണയായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. സാധാരണ ദോശ ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി തുടങ്ങാം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കൊന്നും വേണ്ട. പാനിൽ ഓയിലൊക്കെ ഒന്ന് തടവിയിട്ട് പാന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ബാറ്ററി കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് നന്നായിട്ട് പരത്തിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് ദോശ മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചക്കക്കുരു ചേർക്കുമ്പോൾ വേവിക്കാതെയാണല്ലോ ചേർത്ത് അരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തുകൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചക്കക്കുരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇപ്പോഴും ചക്ക സീസൺ അല്ലേ. ചക്കക്കുരുവൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു ദോശ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്